എനിക്ക് ദൈവതുല്യം ആയിട്ട്, അതായത് ഒരു ഹെവൻലി റെക്കോർഡിങ് സെഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് പോലും എനിക്ക് ഒരു പിച്ചോ കറക്ഷനോ ഒന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത സാധനം അങ്ങനെ എടുത്ത് പ്രേക്ഷകരുടെ മുമ്പിൽ കൊടുക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സിംഗർ നമ്മളുടെ പ്രിയങ്കരിയായ നമ്മുടെ വാണിയമ്മ മാത്രമേ ഉള്ളൂ. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആക്ച്വലി അങ്ങനെ ആരും ഒറ്റ ടേക്കിൽ പാടി കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ ജനറേഷൻ പണ്ടത്തെ കാലത്ത് ഒത്തിരി പേര് ഒറ്റയടിക്ക് പാടുന്നവരുണ്ടായിരുന്നു. അതിനായിട്ട് അത് അവരുടെ കഴിവാണ്. അതായത് അങ്ങനെ ഒരു സെഷൻ തന്നെ അവർക്കുണ്ടായിരുന്നു. ഒരു ദിവസം 7 മണി തൊട്ട് 9 മണിക്കുള്ള ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് അവർ എൻ്റെ ഒരു റിഹേഴ്സലും അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പാട്ട് ഉണ്ടാക്കുന്നതേ 15 മിനിറ്റിലാണ്. ആ പാട്ട് പാടാൻ വരുന്നവർ ലാസ്റ്റ് മൊമെന്റിലാണ്. പെട്ടെന്ന് വന്ന് പാടിപ്പോ അങ്ങനെ ഒരു വേറൊരു കൾച്ചറാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആരുടെയും കുറ്റമല്ല. ആ ശൈലി മാറി. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ശൈലി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനെ പറ്റിയാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ഒരു കൂട്ടായ്മ. ഇപ്പൊ വാണിമയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. എസ്പെഷ്യലി ജയേട്ടൻ പല ടേക്സും ഒറ്റ ടേക്കിലാണ്. വാണിയമ്മ സെക്കൻഡ് ചരണം തൊട്ട് ലാസ്റ്റ് പല പേരെ ഒറ്റ ടേക്കാണ്. അത് ഒരു സ്ഥലത്ത് എനിക്ക് റെക്കോർഡിങ് കട്ട് ചെയ്യാൻ തോന്നിയില്ല. വാണിയമ്മ പറഞ്ഞു, മോനെ എവിടെയും കട്ട് ചെയ്യണ്ട, പാടിത്തരാന്ന് പറഞ്ഞിട്ട് ഒറ്റ ടേക്കായിരുന്നു. ആ ഒറ്റ ടേക്ക് ഫുൾ പാടി കഴിഞ്ഞ വഴിക്ക് ഞാൻ പറയും, കരയുന്നവരൊക്കെ എന്തിനാ കരയുന്നതെന്നൊക്കെ പറയും. നമ്മള് ഒബ്വിയസ്ലി അയാൾ എന്തിനാ കരയുന്നത്, ആവശ്യമില്ല, ഇത് കരയണ ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും ഞാൻ തമാശ. പക്ഷെ ഞാൻ കരയാൻ തുടങ്ങിയത് ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. എനിക്ക് എന്താ പറയാ, ദൈവികമായൊരു സാന്നിധ്യമായിരുന്നു അങ്ങനെ ഒരു റെക്കോർഡിങ് സെഷൻ കിട്ടിയത്. അത് തന്നെ ജനങ്ങളിലോട്ട് എത്താനും കഴിഞ്ഞു. ആ പാട്ട് ഒലഞ്ഞാലി കുരുവി അങ്ങനെ ഒരു നല്ലൊരു സെഷൻ ഉണ്ടായിട്ട് അത് ആരും കേൾക്കാതെ പോകുന്നൊരു പാട്ടാണെങ്കിൽ അത് ഒരു വേസ്റ്റ് ആയി പോലെ. പക്ഷെ അങ്ങനെ ഒരു പാട്ടിൽ എല്ലാവരും അത് ഏറ്റു പാടുകയും മനസ്സിലിട്ട് താലോലിച്ച് കിടത്തി ഉറക്കിയ ഒരു പാട്ടാണത്.